ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ശ്രുതീസ് ഫാർമ വേൾഡ്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഫാർമസി ആക്ടിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ലൈഫ് സേവിങ് ഡ്രഗ്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ പൊട്ടൻ്റ് ആയിട്ടുള്ള ലൈഫ് സേവിങ് ഡ്രഗ്സ് ഒക്കെ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് വഴിയും ഹോസ്പിറ്റൽസ് വഴിയും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഡ്രഗ്സ് പ്രീ ഇൻഡിപെൻഡൻറ്റ് എറയിൽ ഹാൻഡിൽ ചെയ്തിരുന്നത് നോൺ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നോൺ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് മെഡിസിൻസ് ഹാൻഡിൽ ചെയ്യുന്നത് വഴി ധാരാളം ട്രാജഡീസ് ഒക്കെ ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മിറ്റിയെ ഏർപ്പെടുത്തി. അപ്പോൾ അങ്ങനെ ഡ്രഗ് എൻക്വയറി കമ്മിറ്റി ആൻഡ് ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടെയൊക്കെ അന്വേഷണങ്ങളുടെ ഫലമായി അവരുടെ റെക്കമെൻഡേഷൻസിൻ്റെ ഫലമായിട്ടാണ് ഫാർമസി ആക്ട് നിലവിൽ വരുന്നത്. നോൺ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സോ മിനിമം ക്വാളിഫിക്കേഷനോ ഒന്നും ഇല്ലാത്ത ആളുകൾ മെഡിസിൻസ് ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു പ്രവണത അവസാനിപ്പിക്കുന്നതിനും മറ്റുമൊക്കെ വേണ്ടി ആദ്യമായിട്ട് എടുത്തിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഫാർമസി ബിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫാർമസി ബിൽ 1945 പാസ്സാക്കിയിട്ടുള്ളത്. അതിനെ തുടർന്നാണ് 1948 ഫാർമസി ആക്ട് നിലവിൽ വരുന്നത്. ഈ ഫാർമസി ആക്ട് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് മാത്രം മെഡിസിൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു നിലവാരത്തിലോട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു മിനിമം ക്വാളിഫിക്കേഷൻ നമ്മൾ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള മിനിമം ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ മാത്രമേ ഈ മെഡിസിൻസ് ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ. അത് ഡിസ്പെൻസ് ചെയ്യാനോ കോമ്പൗണ്ട് ചെയ്യാനോ സോൾഡ് ഔട്ട് ചെയ്യാനോ അങ്ങനെയുള്ള ഏത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതൊരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റിൻ്റെ സൂപ്പർവിഷനിലായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഫാർമസി ആക്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അണ്ടറിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. 1948 ഫാർമസി ആക്ടിൻ്റെ വരവോടുകൂടിയാണ് ഫാർമസി എഡ്യൂക്കേഷൻ റെഗുലേഷൻ നടപ്പിലാക്കാൻ തുടങ്ങിയത്. അതായത് 1948 മാർച്ച് 4 ഫാർമസി എഡ്യൂക്കേഷനിലൊരു റെഗുലേഷൻ, അതായത് മിനിമം ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് മാത്രമേ മെഡിസിൻസ് ഹാൻഡിൽ ചെയ്യാനാകൂ എന്നുള്ളൊരു നിലവാരത്തിലോട്ട് ഒരു പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യകതയിലേക്ക് അങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ എത്തപ്പെട്ടു. ഫാർമസി ആക്ടിൽ ഫസ്റ്റ് അമെൻമെൻറ്റ് ഉണ്ടാകുന്നത് 1976 1976 ഫാർമസി ആക്ട് സെക്ഷൻ 42 പ്രകാരം 1983 നവംബർ 1 ശേഷം എല്ലാ ഡ്രഗ് സ്റ്റോറും മാനേജ് ചെയ്യേണ്ടത് ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റിൻ്റെ സൂപ്പർവിഷനിലായിരിക്കണം എന്ന തീരുമാനത്തിലേക്ക് എത്തപ്പെട്ടു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫാർമസി ആക്ടിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ്. ഈ ഫാർമസി ആക്ട് എന്ന് പറയുമ്പോൾ 5 ചാപ്റ്റേഴ്സിലായിട്ട് 46 സെക്ഷൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. ചാപ്റ്റർ 2 എന്ന് പറയുമ്പോൾ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയെക്കുറിച്ച്, ചാപ്റ്റർ 3 സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിനെ കുറിച്ച്, ചാപ്റ്റർ 4 രജിസ്ട്രേഷൻ ഓഫ് ഫാർമസിസ്റ്റിനെ കുറിച്ച്, ചാപ്റ്റർ 5 മൈസലേനിയസ്. അപ്പോൾ 5 ചാപ്റ്ററിലായിട്ട് ഇത്രയും കാര്യങ്ങളെ കുറിച്ചാണ് ഫാർമസി ആക്ടിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. 46 സെക്ഷൻസ് ആണ് ഫാർമസി ആക്ടിനകത്തുള്ളത്. 5 ചാപ്റ്റേഴ്സ് ആൻഡ് 46 സെക്ഷൻസ്. നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ്. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് 1949 ആൻഡ് ഈ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ഫോം ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവരാണ് എഡ്യൂക്കേഷൻ റെഗുലേഷൻസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. 1952 ഫസ്റ്റ് എഡ്യൂക്കേഷൻ റെഗുലേഷൻസ് വന്നിട്ടുള്ളത്. ഈ എഡ്യൂക്കേഷൻ റെഗുലേഷൻസ് ഫ്രെയിം ചെയ്തതിൻ്റെ അവിടെ മുതൽ ഒരു 3 ഇയേഴ്സിനുള്ളിൽ തന്നെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഫാർമസി ആക്ടിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫാർമസി ആക്ടിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ മെഡിസിൻസ് ഡിസ്പെൻസ് ചെയ്യുന്നതും കോമ്പൗണ്ട് ചെയ്യുന്നതും സോൾഡ് ഔട്ട് ചെയ്യുന്നതും എല്ലാം ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റിൻ്റെ സൂപ്പർവിഷനിൽ മാത്രമേ നടക്കാവൂ. വളരെ പൊട്ടൻ്റ് ആയിട്ടുള്ള ലൈഫ് സേവിങ് ഡ്രഗ്സ് ഒക്കെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. സോ നോൺ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഈ ഒരു മേഖലയിലേക്ക് വരരുത്. അത് റെഗുലേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഫാർമസി ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. ഈ ഫാർമസി ആക്ട് നടപ്പിലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ഫോം ചെയ്തിട്ടുള്ളത്. 1949 മാർച്ച് 9 ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്.
ഫാർമസി ആക്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ഫോം ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇവർ എങ്ങനെയാണ് ഫാർമസി പ്രൊഫഷനെ ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഫാർമസി പ്രൊഫഷൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ പ്രീ ഇൻഡിപെൻഡൻറ്റ് എറയിലൊക്കെ നോൺ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരുന്നു മെഡിസിൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്തിരുന്നത്. അപ്പോൾ അത് നിർത്തലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ ആദ്യമായിട്ട് അവർ ചെയ്യാൻ പോകുന്നത് ആ ഒരു കാര്യം തന്നെയാണ്. ഒരു മിനിമം സ്റ്റാൻഡേർഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ ഫാർമസിസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ എന്നുള്ള നിലവാരത്തിലോട്ട് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി അവർ എഡ്യൂക്കേഷൻ റെഗുലേഷൻസ് ഫ്രെയിം ചെയ്തു. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ റെഗുലേഷൻസിനകത്ത് പറയുന്നത് ഫാർമസിസ്റ്റ് ആവാൻ വേണ്ട മിനിമം സ്റ്റാൻഡേർഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ കുറിച്ചാണ്. അത്തരത്തിലുള്ള കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജസിൻ്റെ അപ്രൂവൽ, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കോളേജസ് അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫ്രെയിം ചെയ്തത് ഈ എഡ്യൂക്കേഷൻ റെഗുലേഷൻസിൻ്റെ ഭാഗമായിട്ടാണ്. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ഫോം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്. ത്രൂ ഔട്ട് ദ കൺട്രി എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ് യൂണിഫോം ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യം കൂടെ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് ഉണ്ട്. ഫാർമസി കോഴ്സിന് അപ്രൂവൽ നൽകുക, ഫാർമസിസ്റ്റിൻ്റെ എക്സാമിനേഷൻസിന് അപ്രൂവൽ നൽകുക, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്രൂവൽ നൽകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയ്യുന്നത്. ഈ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ഫ്രെയിം ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷണൽ റെഗുലേഷൻസിന് അനുസരിച്ചല്ല, എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സിന് അനുസരിച്ചല്ല ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അപ്രൂവൽ വിത്ഡ്രോ ചെയ്യാനുള്ള റൈറ്റും ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഫോറിൻ ക്വാളിഫിക്കേഷൻസിനുള്ള അപ്രൂവൽ നൽകുക എന്നുള്ളതും ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഡ്യൂട്ടിയിൽ വരുന്നത് തന്നെയാണ്. സെൻട്രൽ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നതും ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഡ്യൂട്ടിയിൽ വരുന്നത് തന്നെയാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിലുള്ള മെമ്പേഴ്സിനെ കുറിച്ചാണ്. കോമ്പസിഷൻ ഓഫ് സെൻട്രൽ കൗൺസിൽ ഓഫ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളാം, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സും ഇലക്റ്റഡ് മെമ്പേഴ്സും നോമിനേറ്റഡ് മെമ്പേഴ്സുമാണ് ഉള്ളത്. ആരൊക്കെയാണ്? എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട്, ഇലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ട്, നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിൻ്റെ അണ്ടറിൽ ആരൊക്കെയാണ് വരുന്നത്, ഇലക്റ്റഡ് മെമ്പേഴ്സിൽ ആരൊക്കെയാണ് വരുന്നത്, നോമിനേറ്റഡ് മെമ്പേഴ്സിൽ ആരൊക്കെയാണ് വരുന്നത്. ഓക്കെ, എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ അദ്ദേഹം നോമിനേറ്റ് ചെയ്യുന്ന ഒരാൾ, അതാണ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിൽ ആദ്യത്തെ ആൾ. ആരായിരുന്നു? ഡയറക്ടർ ജനറൽ ഓഫ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ്. രണ്ടാമത് വരുന്നത് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോമിനി. തേർഡ്, ഡയറക്ടർ സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറി, കൊൽക്കത്ത. അപ്പോൾ ഈ 3 പേരാണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. അപ്പോൾ ആരൊക്കെ ആയിരുന്നു എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്? ഡയറക്ടർ ജനറൽ ഓഫ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. സെക്കൻഡ്, ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ ഓർ ഹിസ് നോമിനി. തേർഡ്, ഡയറക്ടർ സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറി, കൊൽക്കത്ത. അപ്പോൾ ഈ 3 പേരായിരുന്നു എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്റ്റഡ് മെമ്പേഴ്സിനെ കുറിച്ചാണ്. ഇലക്റ്റഡ് മെമ്പേഴ്സിൽ 6 പേരാണ് വരുന്നത്. ഈ 6 പേരിൽ 4 പേര് ടീച്ചേഴ്സ് ആയിരിക്കണം. ഇലക്റ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുമ്പം ഇലക്റ്റഡ് മെമ്പേഴ്സിൽ 6 പേരാണ് വരുന്നത്. ആ 6 പേരിൽ 4 പേരെന്ന് പറയുന്നത് ടീച്ചേഴ്സ് ആയിരിക്കും. അതായത് യൂണിവേഴ്സിറ്റി, ഇന്ത്യൻ യൂണിവേഴ്സിറ്റിന്നോ അല്ലെങ്കിൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫാർമസി കോളേജസ്, അഫിലിയേറ്റഡ് ഫാർമസി കോളേജിലോ ഫാർമസി, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഫാർമക്കോളജി, ഫാർമക്കോഗ്നോസി ഈ സബ്ജക്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന 4 ടീച്ചേഴ്സ് ആയിരിക്കും ആ 6 പേരിൽ 4 പേര്. അതിനകത്ത് ഒരാളെന്ന് പറയുന്നത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഇലക്ട് ചെയ്യുന്ന ഒരു മെമ്പർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ സെലക്ട് ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റും ഈ ഇലക്റ്റഡ് മെമ്പേഴ്സിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ 6 പേരിൽ 4 പേര് ടീച്ചേഴ്സാണ്. അവർ ഏതൊക്കെ സബ്ജക്ട്സ് ആയിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്? ഫാർമസി, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഫാർമക്കോളജി, ഫാർമക്കോഗ്നോസി. ഈ സബ്ജക്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന 4 ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഏതൊക്കെ സബ്ജക്ട്സ് ആയിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്?
ഫാർമസി, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഫാർമക്കോളജി, ഫാർമക്കോഗ്നസി. ഓക്കെ, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനാണ് ഇവരെ എലക്ട് ചെയ്യുന്നത്. ഇവർ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഡിഗ്രി ഡിപ്ലോമ ഫാർമസി കോഴ്സ് പഠിപ്പിക്കുന്ന അഫിലിയേറ്റഡ് കോളേജസിൽ നിന്നോ വന്നിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കും. ഇനി ഒരാളെന്ന് പറയുമ്പോൾ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അവരുടെ മെമ്പേഴ്സ് എന്ന് എലക്ട് ചെയ്യുന്ന ഒരാളായിരിക്കും. പിന്നീട് ഒരാൾ വരുന്നത് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ സെലക്ട് ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ്. ഓക്കെ, ഇത്രയും പേരാണ് ഇലക്റ്റഡ് മെമ്പേഴ്സിൽ വരുന്നത്. നമ്മളിനി പറയാൻ പോകുന്നത് നോമിനേറ്റഡ് മെമ്പേഴ്സിനെ കുറിച്ചാണ്. നോമിനേറ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുമ്പം 6 പേരെയാണ് നോമിനേഷനിലൂടെ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ 6 പേരിൽ 4 പേരെന്ന് പറയുമ്പോൾ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ഫാർമസി ക്വാളിഫിക്കേഷൻ ഉള്ളവരും അതുപോലെ തന്നെ ഫാർമസി അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി പ്രൊഫഷനിൽ അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുമായിരിക്കണം. ഇവരെ തിരഞ്ഞെടുക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആയിരിക്കും. അപ്പോൾ 6 പേരിൽ 4 പേരെന്ന് പറയുമ്പോൾ ഫാർമസിയിൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഡിഗ്രി ഓർ ഡിപ്ലോമ കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ളവരും അതുപോലെ തന്നെ ഫാർമസി ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരും ആയിരിക്കണം. ഇനി ഒരാളെന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആൻഡ് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇവർ സംയുക്തമായി നോമിനേറ്റ് ചെയ്യുന്ന മറ്റൊരാളായിരിക്കും നോമിനേറ്റഡ് മെമ്പേഴ്സിൽ പിന്നീട് ഉണ്ടാവുന്നത്. മെമ്പർ ഈ 6 പേരിൽ അടുത്തതായി നോമിനേറ്റ് ചെയ്യുന്ന മെമ്പർ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി സംയുക്തമായി തിരഞ്ഞെടുക്കുന്ന ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിരിക്കും. അപ്പോൾ നോമിനേറ്റഡ് മെമ്പേഴ്സിലും എലക്റ്റഡ് മെമ്പേഴ്സിലും 6 പേരാണ് വരുന്നത്. നോമിനേറ്റഡ് മെമ്പേഴ്സിൽ ഒരാളെന്ന് പറയുമ്പോൾ AICTE അല്ലെങ്കിൽ UGC സംയുക്തമായി നോമിനേറ്റ് ചെയ്യുന്ന ഒരു മെമ്പറാണ്. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റാണ്. ഇനി വരുന്ന 4 പേരെന്ന് പറയുമ്പോൾ ഡിഗ്രി ഡിപ്ലോമ ഫാർമസി ക്വാളിഫിക്കേഷൻ ഉള്ള ഫാർമസിയിലോ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിലോ പ്രൊഫഷൻ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളായിരിക്കണം. അങ്ങനെ 6 പേരാണ് നോമിനേറ്റഡ് മെമ്പേഴ്സിനകത്ത് വരുന്നത്. ഇലക്റ്റഡ് മെമ്പേഴ്സിലും 6 പേര് തന്നെയാണ് വരുന്നത്. അതിനകത്ത് 4 പേര് ടീച്ചേഴ്സ് ആയിരിക്കും. ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഡിഗ്രി ഡിപ്ലോമ ഫാർമസി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന അഫിലിയേറ്റഡ് കോളേജസിലോ ഉള്ള ടീച്ചേഴ്സിനെ ഇവരിൽ നിന്ന് 4 പേരെയാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിലോട്ടായിട്ട് ഇലക്ട് ചെയ്യുന്നത്. ഈ ടീച്ചേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരുന്നു? ഫാർമസി, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഫാർമക്കോളജി, ഫാർമക്കോഗ്നോസി. ഓക്കെ, അപ്പോൾ 6 പേരിൽ 4 പേരെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഇലക്ട് ചെയ്തു. ഇനി ഒരാൾ വരുന്നത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു മെമ്പറാണ്. അടുത്തത് വരുന്നത് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഇലക്ട് ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ്. ഇനി എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഡയറക്ടർ ജനറൽ ഓഫ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോമിനി, പിന്നീട് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ ഓർ ഹിസ് നോമിനി. ഇനി മൂന്നാമത്തെ ആളെന്ന് പറയുമ്പോൾ ഡയറക്ടർ സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറി. അപ്പോൾ ഇത്രയുമാണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ വരുന്ന മെമ്പേഴ്സ്. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, ഇലക്റ്റഡ് മെമ്പേഴ്സ് ആൻഡ് നോമിനേറ്റഡ് മെമ്പേഴ്സ് മറന്നു പോകരുത്. ഫാർമസി ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിനനുസരിച്ച് എക്സ് ഒഫീഷ്യോ ഇലക്റ്റഡ് ആൻഡ് നോമിനേറ്റഡ് മെമ്പേഴ്സിൽ നിന്ന് ഇലക്ഷനിലൂടെയാണ് പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻറ്റിനെയും അതുപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലോട്ട് വേണ്ട 5 മെമ്പേഴ്സിനെയും തീരുമാനിക്കുന്നത്. ഇനി ഈ ഒരു ഇലക്ഷൻ്റെ സമയത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഫോം ചെയ്യുന്ന ഇലക്ഷൻ്റെ ഭാഗമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. ഈ സെൻട്രൽ കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ്സിലൊക്കെ പ്രസിഡൻറ്റിൻ്റെ ആബ്സെൻസിൽ വൈസ് പ്രസിഡൻ്റാണ് ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടത്. സെൻട്രൽ കൗൺസിൽ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ ആയിരിക്കും മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അതേസമയം എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഫ്രീക്വൻ്റ്ലി മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു വർഷത്തിൽ 4 തവണയെങ്കിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും അതുപോലെ തന്നെ കൗൺസിലിനകത്തുള്ള മെമ്പേഴ്സിൻ്റെയൊക്കെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്.
അവർ റീഇലക്റ്റ് ചെയ്യുകയോ റീനോമിനേറ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നിടത്തോളം കാലം അവരുടെ കാലാവധി എന്ന് പറയുന്നത് 5 years ആണ്. സെൻട്രൽ കൗൺസിലിൻ്റെയോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയോ മീറ്റിംഗ്സ് നടക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് 3 മീറ്റിങ്ങോളം വിത്തൗട്ട് എനി വാലിഡ് റീസൺ ആരെങ്കിലും ആബ്സെൻ്റ് ആവുകയാണെങ്കിൽ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കോമ്പസിഷനിൽ വരുന്ന മെമ്പേഴ്സിൽ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിനെ കുറിച്ചും നോമിനേറ്റഡ് മെമ്പേഴ്സിനെ കുറിച്ചും ഇലക്റ്റഡ് മെമ്പേഴ്സിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എത്ര മെമ്പേഴ്സാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. പ്രസിഡൻ്റ് ഉണ്ട്, വൈസ് പ്രസിഡൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ 5 മെമ്പേഴ്സ് ഉണ്ട്. സോ ഇവരിൽ ആരെങ്കിലുമൊക്കെ ഈ സെൻട്രൽ കൗൺസിലിൻ്റെയോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയോ മീറ്റിംഗ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് 3 തവണ ഇൻറ്റിമേറ്റ് ചെയ്യാതെ ഒരു വാലിഡ് റീസണും ഇല്ലാതെ ആബ്സെൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവരെ ആ കൗൺസിലിൽ നിന്നും ഡിസ്ക്വാളിഫൈ ചെയ്യാവുന്നതാണ്. ഈ കൗൺസിലിലെ മെമ്പേഴ്സിൽ നിന്ന് തന്നെയാണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രാറിനെ സെക്രട്ടറിയെ ഒക്കെ തീരുമാനിക്കുന്നത്. രജിസ്ട്രാർ തന്നെ ആയിരിക്കും അവിടെ ട്രഷററായിട്ട് ആക്ട് ചെയ്യുന്നതും. അതുപോലെ തന്നെ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ഫങ്ഷൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അതർ സ്റ്റാഫ്, ഡെപ്യൂട്ടി സെക്രട്ടറി, അസിസ്റ്റൻറ്റ് സെക്രട്ടറീസ്, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഈ കൗൺസിലാണ്. ഫാർമസി ആക്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി കൺട്രോളിൽ കൊണ്ടുവരുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് ഈ ഫാർമസി കൗൺസിൽ അതിൻ്റെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ സ്റ്റാഫിനെ എല്ലാം സെലക്ട് ചെയ്യുന്നു. ഡെപ്യൂട്ടി സെക്രട്ടറി, അസിസ്റ്റൻറ്റ് സെക്രട്ടറീസ് അങ്ങനെയുള്ളവരൊക്കെ ഈ ഓഫീസ് റൺ ചെയ്യുന്നതിനായിട്ട് അവർ അപ്പോയിൻ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാർമസി ആക്ട് നടപ്പിലാക്കുക, ഫാർമസി എഡ്യൂക്കേഷൻ റെഗുലേഷൻസ് ഫ്രെയിം ചെയ്തതിനനുസരിച്ചല്ലേ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ്സ്, രജിസ്റ്റേഴ്സ് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. ഈ ഒരു ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ അവർ മീറ്റിംഗ്സ് കൂടുന്ന സമയത്തുണ്ടാകുന്ന മിനിറ്റ്സ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് സെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അതിനകത്ത് എടുക്കുന്ന എല്ലാ ഡിസിഷൻസും ഇപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്രൂവലോ അല്ലെങ്കിൽ വിഡ്രോവലോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് സെൻട്രൽ കൗൺസിൽ കൂടുന്ന മീറ്റിംഗ്സിൻ്റെ മിനിറ്റ്സ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ചാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ എന്ന്. അപ്പോൾ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് തന്നെയാണ്. DPharm അഥവാ ഡിപ്ലോമ ഇൻ ഫാർമസി അല്ലേ? ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തിലുള്ള ഒരു റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. അതാണ് നമ്മുടെ മിനിമം ക്വാളിഫിക്കേഷൻ ടു വർക്ക് ആസ് എ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ BPharm കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള, ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ കിട്ടിയിട്ടുള്ള ഒരു റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ BPharm കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. ആഫ്റ്റർ ദെയർ രജിസ്ട്രേഷൻ ദേ ക്യാൻ ആൾസോ വർക്ക് ആസ് എ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ഇൻ ഇന്ത്യ. ഫാർമസി ആക്ടിനകത്ത് 5 chapters and 46 sections ആണ് ഉണ്ടായിരുന്നതെന്ന് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പം സെക്ഷൻ 10 ഫാർമസി ആക്ടിൽ സെക്ഷൻ 10 ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ റെഗുലേഷൻസിനെ കുറിച്ച് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അതായത് മിനിമം സ്റ്റാൻഡേർഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഫോർ ഫാർമസിസ്റ്റ് അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ളത് സെക്ഷൻ 10 ഫാർമസി ആക്ട് സെക്ഷൻ 10 നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ സയൻസിൽ ഉണ്ടാകുന്ന, ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് ടൈം ടു ടൈം ഇതിനകത്തുള്ള റെഗുലേഷൻസ് എല്ലാം റിവൈസ് ചെയ്യാറുണ്ട്. അതായത് ഫാർമസിസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിനും വർക്ക് ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ വരെയും ഡിപ്ലോമ ഇൻ ഫാർമസിയാണ്. എന്നാൽ അത് മാറ്റി ഡിപ്ലോമയ്ക്ക് പകരം BPharm ഡിഗ്രി മിനിമം
ക്വാളിഫിക്കേഷൻ ആക്കണം എന്നുള്ള ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റെക്കമെൻഡേഷൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് അണ്ടർ കൺസിഡറേഷൻ. അപ്പം മേ ബി വരും കാലങ്ങളിൽ ഡിപ്ലോമ ഇൻ ഫാർമസി മാറി B.Pharm ഡിഗ്രി മിനിമം ക്വാളിഫിക്കേഷൻ ആകാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാനാകില്ല. എഡ്യൂക്കേഷൻ റെഗുലേഷൻസിനകത്ത് പറയുന്നത് B.Pharm അല്ലെങ്കിൽ D.Pharm കോഴ്സ് ചെയ്യുന്നതിനാവശ്യമായ മിനിമം ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്ന് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇങ്ങനെയൊരു ഡിഗ്രി ഡിപ്ലോമ കോഴ്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ എത്ര ഡ്യൂറേഷനിലാണ് ആ ഒരു കോഴ്സ് നടത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സിലബസ്, ഏത് സിലബസാണ് അവർ ഫോളോ ചെയ്യേണ്ടത്, എക്സാമിനേഷൻ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത്, എക്സാം പാസ് ആവണമെങ്കിൽ വേണ്ട മിനിമം മാർക്കിനെ കുറിച്ചും, എങ്ങനെയാണ് പ്രാക്ടിക്കൽ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യേണ്ടത്, അവർക്ക് ഏത് രീതിയിലാണത് വേണ്ടത്, എത്ര ഡ്യൂറേഷനിലാണ് പ്രാക്ടിക്കൽ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എഡ്യൂക്കേഷണൽ റെഗുലേഷനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ഡിപ്ലോമ ഡിഗ്രി ഇൻ ഫാർമസി കോഴ്സസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ ലഭിക്കുന്നതിന് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെ മിനിമം കണ്ടീഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് എഡ്യൂക്കേഷൻ റെഗുലേഷൻസിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എക്സാമിനേഷൻ അതോറിറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് ഫുൾഫിൽ ചെയ്യേണ്ടത്, എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഫുൾഫിൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് എഡ്യൂക്കേഷൻ റെഗുലേഷൻസിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രാക്ടിക്കൽ ട്രെയിനിങ് കോൺട്രാക്ട് ഫോമിനെ കുറിച്ച് എഡ്യൂക്കേഷൻ റെഗുലേഷൻസിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ഫോം ചെയ്തിട്ടുള്ളത് തന്നെ ഫാർമസി ആക്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ്. അതൊരു സ്റ്റാറ്റ്യൂട്ടറി കൺട്രോളിൽ കൊണ്ടുപോകേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് എഡ്യൂക്കേഷൻ റെഗുലേഷൻസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. എഡ്യൂക്കേഷൻ റെഗുലേഷൻസ് ഫ്രെയിം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കൺട്രിയിൽ മെഡിക്കൽ ഫാർമസി പ്രൊഫഷൻ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഫാർമസി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് D.Pharm അല്ലെങ്കിൽ B.Pharm കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റെഗുലേഷൻസ് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. എഡ്യൂക്കേഷൻ റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. ഈ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ D.Pharm B.Pharm കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം തന്നെ ഇൻസ്പെക്ട് ചെയ്യാറുണ്ട്. അതിനായിട്ട് അവർ ഒരു സെറ്റ് ഓഫ് ഇൻസ്പെക്ടേഴ്സിനെ, അതായത് ഫാർമസി ഇൻസ്പെക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. അത് എക്സാമിനേഷൻ്റെ ടൈമിലായിരിക്കും കൂടുതൽ ഇങ്ങനെയുള്ള ഇൻസ്പെക്ഷൻസൊക്കെ നടക്കാറുള്ളത്. അവർ ഫിസിക്കൽ ഫെസിലിറ്റീസ്, സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഫിസിക്കൽ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാറുണ്ട്. അതായത് ലബോറട്ടറീസ്, ക്ലാസ് റൂം, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് സ്ട്രക്ചർ, ടീച്ചിങ് ഇൻസ്ട്രക്ഷൻസ്, അറ്റൻഡൻസ് ഓഫ് സ്റ്റുഡൻസ് ആൻഡ് സ്റ്റാഫ് മെമ്പേഴ്സ്, ടൈം ടേബിൾ, റെക്കോർഡ്സ്, സെഷണൽ മാർക്ക്, ആനുവൽ എക്സാംസ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, പേപ്പർ അസസ്മെൻറ്റ് എങ്ങനെയാണ്, സെഷണൽ എക്സാം, ആനുവൽ എക്സാമിനേഷൻ, പേപ്പർ അസസ്മെൻറ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആ ഇൻസ്പെക്ടേഴ്സ് ഇൻസ്പെക്ട് ചെയ്യുന്നതായിരിക്കും. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്പെക്ട് ചെയ്യുന്നതിനായി 2 ഇൻസ്പെക്ടേഴ്സിനെയാണ് തീരുമാനിക്കാറുള്ളത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ സബ്മിറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഇൻസ്പെക്ഷൻ ഫോമിൻ്റെ ബേസിസിൽ അവർ ആ ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മുമ്പാകെ സബ്മിറ്റ് ചെയ്യുന്നു. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവശ്യമായ ഒരു ഫിക്സ്ഡ് ഡ്യൂറേഷനിലോട്ടുള്ള അപ്രൂവൽ കൊടുക്കുന്നു വിത്ത് അപ്രൂവൽ ഓഫ് സെൻട്രൽ കൗൺസിലിൻ്റെ അനുമതിയോടുകൂടി ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു പെർട്ടിക്കുലർ ഫിക്സ്ഡ് ഡ്യൂറേഷനിൽ വർക്ക് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള അനുമതി നൽകുകയാണ് ചെയ്യുക. ഇനി ഈ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ആ ഇൻസ്പെക്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയാണ്. അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മുമ്പാകെ ഇത്തരത്തിലുള്ള ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലെന്ന് ഇൻസ്പെക്ടേഴ്സ് അറിയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരത് ആ ഇൻസ്റ്റിറ്റ്യൂഷനെ അറിയിക്കുകയും വിത്തിൻ 3 months തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കേണ്ടതുമാണ്.
ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ നടത്തിയ ഇൻസ്പെക്ഷൻ പ്രകാരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഡെഫിഷ്യൻസീസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആ ഇൻസ്റ്റിറ്റ്യൂഷനെ അറിയിച്ചിട്ടും അവർക്കത് കംപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അത് കൃത്യമായി ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് അതിനനുസരിച്ചുള്ള മറുപടി കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് അവരുടെ റെക്കഗ്നിഷൻ വിഡ്രോവൽ ചെയ്യാനായിട്ടുള്ള ഒരു നോട്ടീസ് അവർക്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ആ നോട്ടീസിനും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൃത്യമായ രീതിയിൽ മറുപടി പറയാതിരിക്കുന്ന സമയത്ത് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് അവരുടെ റെക്കഗ്നിഷൻ വിഡ്രോ ചെയ്യാവുന്നതാണ്. ഒഫീഷ്യൽ ഗസറ്റിൽ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യാം. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ ഇല്ലാതെ ഒരു കോളേജിനും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഡിപ്ലോമ ഇൻ ഫാർമസി അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ഫാർമസി കോഴ്സസ് പഠിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഫീ പേ ചെയ്തതിന് ശേഷം ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അപ്രൂവലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെയുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അവിടെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യാവുകയും വർക്ക് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ നടത്തിയ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായി റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവർ എന്തൊക്കെ പോരായ്മകളാണോ അവർക്ക് ഉണ്ടായിരുന്നത് അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് എല്ലാം എഡ്യൂക്കേഷൻ റെഗുലേഷൻസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും അവർ കംപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് കാണിച്ച് വീണ്ടും ഒരു ആപ്ലിക്കേഷൻ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മുമ്പാകെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മുമ്പാകെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും ഒരു ഇൻസ്പെക്ഷൻ നടത്തും. ആ ഇൻസ്പെക്ഷനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും അപ്രൂവൽ നൽകുന്നതാണ്. എഡ്യൂക്കേഷൻ റെഗുലേഷൻസ് 1991 ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. എഡ്യൂക്കേഷൻ റെഗുലേഷൻസ് 1991 ഡിപ്ലോമ ഇൻ ഫാർമസി പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കംപ്ലീറ്റ് ചെയ്യുന്നതിനാവശ്യമായ ഡിഫറെൻറ്റ് റിക്വയർമെൻറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഡിപ്ലോമ ഇൻ ഫാർമസി പാർട്ട് 1 and 2 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയറിൽ എങ്ങനെയൊക്കെ ആണ് അത് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആക്ച്വൽ ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതേസമയം പാർട്ട് 3 എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ ട്രെയിനിങ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് പാർട്ട് 3 പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഡിപ്ലോമ ഇൻ ഫാർമസി ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും നിങ്ങൾ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് കവർ ചെയ്യേണ്ടത്, ഏതൊക്കെ സബ്ജക്ട്സിനാണ് തിയറി ആൻഡ് പ്രാക്ടിക്കൽ ഉള്ളത്, തിയറി മാത്രം ഏതൊക്കെ സബ്ജക്ട്സിനാണുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചാണ് ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. 1991 എഡ്യൂക്കേഷൻ റെഗുലേഷൻ അനുസരിച്ച് വേണ്ട റിക്വയർമെൻറ്റ്സിനെ കുറിച്ചാണ്. അതിനകത്ത് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ഫിസിക്കൽ ഫെസിലിറ്റീസിനെ കുറിച്ചാണ്. ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫസ്റ്റ് ഇയറിൽ 60 സ്റ്റുഡൻസ് ഇൻടേക്ക് ആണ് ഉള്ളത് എങ്കിൽ അവിടെ അറ്റ്ലീസ്റ്റ് 4 ലബോറട്ടറീസ് ഉണ്ടായിരിക്കണം. അത് ഒരു ലബോറട്ടറി എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്സിനും, മറ്റൊന്ന് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, പിന്നീടുള്ളത് ബയോകെമിസ്ട്രി ആൻഡ് ക്ലിനിക്കൽ പാത്തോളജിക്ക് ഒരു ലബോറട്ടറിയും ഫാർമക്കോഗ്നോസിക്ക് മറ്റൊരു ലബോറട്ടറിയും. അങ്ങനെ 4 ലബോറട്ടറീസ് ആവശ്യമാണ്. ഫസ്റ്റ് ഇയർ ഡി ഫാമിന് 60 സ്റ്റുഡൻസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ 4 ലബോറട്ടറീസ് ഉണ്ടായിരിക്കണം. ഫാർമസ്യൂട്ടിക്സ്, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ബയോകെമിസ്ട്രി ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി ആൻഡ് ഫാർമക്കോഗ്നസി. ഈ 4 സബ്ജക്ട്സിനുമായിട്ട് 4 ലബോറട്ടറീസ് ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് 2 ക്ലാസ് റൂംസ് പ്രൊവൈഡ് ചെയ്യണം. ഒരു അസെപ്റ്റിക് റൂം ഉണ്ടായിരിക്കണം, ബാലൻസ് റൂം ഉണ്ടായിരിക്കണം, ആനിമൽ ഹൗസും ഡ്രഗ് മ്യൂസിയവും മെഷീൻ റൂമും പ്രിൻസിപ്പൽ ഓഫീസും ഗേൾസ് ആൻഡ് ബോയ്സ് കോമൺ റൂമും ഉണ്ടായിരിക്കണം. ഇനി ലബോറട്ടറിയുടെ കാര്യം പറയുകയാണെങ്കിൽ 500 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ള ലബോറട്ടറി ആയിരിക്കണം ഉണ്ടാവേണ്ടത്. എഡ്യൂക്കേഷൻ റെഗുലേഷൻസിനകത്ത് പറഞ്ഞിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, ഇൻസ്ട്രുമെൻറ്റ്സ്, ഗ്ലാസ് വെയർസ് ഇതെല്ലാം തന്നെ അവിടെ ഉണ്ടായിരിക്കണം. ഇനി സ്റ്റാഫ് റിക്വയർമെൻറ്റ്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഡയറക്ടർ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ പ്രൊഫസർ റാങ്കിലുള്ള ഒരാളായിരിക്കണം. അല്ലെങ്കിൽ എംഫാം വിത്ത് 5 ഇയർ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കണം. ഇനി സീനിയർ ലെക്ചറർ അല്ലെങ്കിൽ ലെക്ചററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എംഫാം ചെയ്തിട്ടുള്ള, ബി ഫാം ആണ് എംഫാം ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ.
ഇനി സീനിയർ ലെക്ചറർ അല്ലെങ്കിൽ ലെക്ചററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എംഫാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ബിഫാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ 3 ഇയർ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ക്ലിനിക്കൽ പാത്തോളജി, ടോക്സിക്കോളജി, ഫാർമക്കോളജി, ക്ലിനിക്കൽ ഫാർമസി ഈ സബ്ജക്ട്സിലൊക്കെയുള്ള 3 ഇയർ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയും ലെക്ചററായിട്ട് പരിഗണിക്കുന്നതാണ്. ഈവൻ MBBS ക്വാളിഫിക്കേഷൻ ഉള്ളവർ പോലും പെർമിറ്റഡ് ആണ്. ഇനി ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ ഡിഫാം സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം 180 വർക്കിംഗ് ഡേയ്സ് അവർ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു വീക്കിൽ 36 അവേഴ്സാണ് ടീച്ചിങ് ചെയ്യേണ്ടതായിട്ടുള്ളത്. പെർ ഡേ 6 അവേഴ്സോളമാണ് അവർക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. സ്റ്റാഫ് സ്റ്റുഡൻറ്റ് റേഷ്യോ തിയറി ക്ലാസ്സിൽ 1:60യും ഇനി അത് പ്രാക്ടിക്കൽസിൻ്റെ കേസിലോട്ട് വരുമ്പോൾ സ്റ്റാഫ് സ്റ്റുഡൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 1:20 ആണ്. തിയറി ക്ലാസ്സിൻ്റെ കേസിൽ സ്റ്റാഫ് സ്റ്റുഡൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 1:60യും എന്നാൽ പ്രാക്ടിക്കൽസിൻ്റെ കേസിൽ വരുമ്പോൾ സ്റ്റാഫ് സ്റ്റുഡൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 1:20യുമാണ്. ഒരു പ്രാക്ടിക്കൽ ബാച്ചിനകത്ത് 30-ൽ കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ടാവാൻ പാടില്ല. ഇനിയിപ്പോൾ സപ്പോസ് 30-ൽ കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ 2 സ്റ്റാഫ് മെമ്പേഴ്സ് ആവശ്യമാണ്. ഒരു ബാച്ചിൽ 20 സ്റ്റുഡൻസ് വരെ അപ്രൂവ്ഡ് ആണ്. അതേസമയം 30-ൽ കൂടുതൽ സ്റ്റുഡൻസ് ഒരു ബാച്ചിൽ വരുന്നുണ്ടെങ്കിൽ അവരെ ഹാൻഡിൽ ചെയ്യുന്നതിനായിട്ട് 2 ടീച്ചേഴ്സ് വേണ്ടി വരും. അപ് ടു 20 സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 1 ടീച്ചിങ് സ്റ്റാഫ് തന്നെ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ഒരു സെയിം ഡേയിൽ സെയിം ടീച്ചർ സെയിം സബ്ജക്റ്റ് തന്നെ 2-ൽ കൂടുതൽ ക്ലാസ്സുകൾ എടുക്കാൻ പാടില്ല എന്നും എഡ്യൂക്കേഷണൽ റെഗുലേഷനകത്ത് പറയുന്നുണ്ട്. മിനിമം 75% അറ്റൻഡൻസ് കമ്പൽസറി ആണ്. തിയറിക്കാണെങ്കിലും പ്രാക്ടിക്കലിനാണെങ്കിലും സെപ്പറേറ്റ് 75% അറ്റൻഡൻസ് ഉള്ള സ്റ്റുഡൻസ് മാത്രമാണ് എക്സാം എഴുതാൻ എലിജിബിൾ ആയിട്ടുള്ളൂ. ഇനി ഇവരെ എക്സാമിനേഷൻസിനെ കുറിച്ചും എഡ്യൂക്കേഷൻ റെഗുലേഷൻസിനകത്ത് പറയുന്നുണ്ട്. അതായത് അറ്റ്ലീസ്റ്റ് 2 സെഷണൽ എക്സാം കണ്ടക്ട് ചെയ്യും. ഈ 2 സെഷണൽ എക്സാം കണ്ടക്ട് ചെയ്തിട്ട് അതിനകത്ത് ബെസ്റ്റ് എക്സാമിനേഷൻസിൻ്റെ മാർക്ക് അതിൻ്റെ ആവറേജ് ആണ് സെഷണൽ മാർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഡിഫാം കോഴ്സിൽ ഓരോ പേപ്പറും 100 മാർക്സിനായിരിക്കും ഉണ്ടാവുക. അതിനകത്ത് 20 മാർക്സ് എന്ന് പറയുന്നത് സെഷണൽ എക്സാമിനേഷൻ്റെ മാർക്കും 80 മാർക്സാണ് ആനുവൽ എക്സാമിനേഷൻ നടത്താറുള്ളത്. അതായത് സെഷണൽ എക്സാമിനേഷന് കിട്ടുന്ന 20+ ആനുവൽ എക്സാമിനേഷൻ്റെ 80 മാർക്സ്, അങ്ങനെയാണ് ടോട്ടൽ മാർക്ക് 100 വരുന്നത്. അപ്പോൾ പ്രാക്ടിക്കലിൻ്റെ കേസിലാണെങ്കിൽ പ്രാക്ടിക്കൽ സെഷണൽ എക്സാമിനേഷൻ 20 മാർക്സിനാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ 20 മാർക്സിൽ 10 മാർക്സ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡേ ടു ഡേ വർക്ക് റെക്കോർഡ് ഇതിനൊക്കെയാണ് ഒരു 10 മാർക്സ് വരുന്നത്. ബാക്കി 10 മാർക്സ് എന്ന് പറയുമ്പോൾ എക്സാമിനേഷനകത്തുള്ള സ്റ്റുഡൻറ്റിൻ്റെ ആക്ച്വൽ പെർഫോമൻസിനാണ്. അപ്പോൾ ഇതൊക്കെ എഡ്യൂക്കേഷൻ റെഗുലേഷൻസിനകത്ത് എക്സാമിനേഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. 2 സെഷണൽ എക്സാമിനേഷനാണ് കണ്ടക്ട് ചെയ്യുക. ആ സെഷണൽ എക്സാമിനേഷൻ്റെ ബെസ്റ്റ് ആവറേജ് മാർക്കാണ് അവരെടുക്കുക. ഓരോ പേപ്പറും 100 മാർക്കിനായിരിക്കും. തിയറി പേപ്പറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓരോ പേപ്പറും 100 മാർക്കിനായിരിക്കും. അതിനകത്ത് 20 മാർക്സ് എന്ന് പറയുന്നത് സെഷണൽ എക്സാമിനേഷന് വരുന്നതാണ്. ബാക്കി 80 എന്ന് പറയുന്നത് ആനുവൽ എക്സാമിനേഷന് നിങ്ങൾ എഴുതി കിട്ടേണ്ട മാർക്കാണ്. എഡ്യൂക്കേഷൻ റെഗുലേഷൻ 1991 മിനിമം പാസിംഗ് മാർക്സ് എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചും കൂടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സെഷണൽ മാർക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു സ്റ്റുഡൻറ്റ് 40% മാർക്ക് വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റിനെ പാസ്സായതായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. 60%ഓ അതിൽ കൂടുതലോ മാർക്ക് വാങ്ങിയിട്ടില്ല എന്നാൽ അത് 75%-ൽ കുറവാണ് എങ്കിൽ ആ സ്റ്റുഡൻറ്റിന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയതായിട്ടാണ് പരിഗണിക്കുന്നത്. ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റുഡൻറ്റ് 75%ഓ അതിൽ കൂടുതലോ മാർക്ക് വാങ്ങിയിട്ടുണ്ടായിരിക്കണം. ഇൻക്ലൂഡിങ് ആനുവൽ എക്സാമിനേഷൻ ആൻഡ് സെഷണൽ എക്സാമിനേഷൻ പെർസെൻറ്റേജ് ആണ് കേട്ടോ പറയുന്നത്. ഓക്കെ, എഡ്യൂക്കേഷൻ റെഗുലേഷൻസ് 1991 സ്റ്റുഡൻസിൻ്റെ മിനിമം പാസിംഗ് മാർക്സിനെ കുറിച്ചും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് സെഷണൽ എക്സാമിനേഷൻ്റെ മാർക്ക് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ടോട്ടൽ മാർക്ക് 100-ൽ ആ 100-ൻ്റെ 40% മാർക്ക് ഒരു സ്റ്റുഡൻറ്റ് വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ നമ്മൾ പാസ്സായതായിട്ട് പരിഗണിക്കുന്നതാണ്. 60%ഓ അതിൽ കൂടുതലോ 75%-ൽ കുറവോ മാർക്ക് വാങ്ങിയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അത് ഫസ്റ്റ് ക്ലാസ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അതേസമയം 75%ഓ അതിൽ കൂടുതലോ മാർക്ക് വാങ്ങിയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനെ അത് ഡിസ്റ്റിങ്ഷൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പം ഡിഫാം പാർട്ട് 2 എക്സാമിനേഷൻ പാസ്സായതിനു ശേഷം ഈ സ്റ്റുഡൻസ് ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് കൂടെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ കിട്ടിയിട്ടുള്ള ഹോസ്പിറ്റൽസിലോ ഡിസ്പെൻസറിയിലോ ക്ലിനിക്കിലോ ഡ്രഗ് സ്റ്റോറിലോ ഒക്കെ ആയിരിക്കും ഈ സ്റ്റുഡൻസ് പ്രാക്ടിക്കൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്.
പ്രാക്ടിക്കൽ ട്രെയിനിങ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 months 500 hours ആണ് പ്രാക്ടിക്കൽ ട്രെയിനിങ് സ്റ്റുഡൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഈ 500 hours 250 hours എങ്കിലും സ്റ്റുഡൻസ് ഡ്രഗ് ഡിസ്പെൻസിങ്, കോമ്പൗണ്ടിങ്, ഹാൻഡ്ലിംഗ്, ഡ്രഗ് ഫോർമുലേഷൻസ് ഈ ഏരിയകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. എഡ്യൂക്കേഷൻ റെഗുലേഷൻ 1991 സ്റ്റുഡൻസിൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനെ കുറിച്ച് കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സ് സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് 500 hours പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്തിട്ടുണ്ടായിരിക്കണം. 3 months 500 hours ആണ് പ്രാക്ടിക്കൽ ട്രെയിനിങ് അവർ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിനകത്ത് 250 hours എന്ന് പറയുമ്പോൾ ഡ്രഗ് ഡിസ്പെൻസ് ചെയ്യുന്നതും കോമ്പൗണ്ട് ചെയ്യുന്നതും അതുപോലെ ഡ്രഗ് ഫോർമുലേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതുമായൊക്കെ ബന്ധപ്പെട്ടിട്ടായിരിക്കണം അവർ ട്രെയിനിങ് എടുക്കേണ്ടത്. ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി സ്റ്റുഡൻസ് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റിൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇങ്ങനെയൊരു കോഴ്സ്, ഫാർമസി കോഴ്സ്, പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി, ഇങ്ങനെയൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഈ സ്റ്റുഡൻസ് ഡ്രഗ് ലോസിനെ കുറിച്ചും ഡ്രഗ്സ് എങ്ങനെ ഡിസ്പെൻസ് ചെയ്യണം, റെക്കോർഡ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഡ്രഗ്സ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ മാറ്റേഴ്സിനെ കുറിച്ചും അവർക്കൊരു അവെയർനെസ് ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ അവർ ബോധവാന്മാരായിരിക്കും. ഇനി ഈ സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ട്രെയിനിങ് ഫോമിനെ കുറിച്ചാണ്. ആ ട്രെയിനിങ് ഫോമിന് 5 പാർട്ടാണുള്ളത്. ഓരോ പാർട്ടും ആരൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത്, എങ്ങനെയാണത് ട്രെയിനിങ് ഫോം വരുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡിനകത്ത് നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. DPharm കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള, പ്രാക്ടിക്കൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് അവരുടെ അതത് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൻ്റെ അണ്ടറിൽ ഫാർമസിസ്റ്റായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫാർമസി ആക്ടിനെ കുറിച്ചാണ്. ഫാർമസി ആക്ടിൻ്റെ ആവശ്യകത എന്തായിരുന്നു അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിനകത്ത് വരുന്ന മെമ്പേഴ്സിനെ കുറിച്ച്, അതുപോലെ എഡ്യൂക്കേഷൻ റെഗുലേഷൻസിനെ കുറിച്ച്, എഡ്യൂക്കേഷൻ റെഗുലേഷൻസ് അനുസരിച്ചുള്ള റിക്വയർമെൻറ്റ്സിനെ കുറിച്ച്, ഇത്രയും കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എന്നെ മെയിൽ അയച്ചോ ഇൻസ്റ്റഗ്രാം വഴിയോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഇഷ്ടം എന്നെ അറിയിക്കാനായി ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുതേ. ഓക്കെ, താങ്ക് യു.